ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മക്കളെ സ്കൂളിലൊക്കെ വിട്ട് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ തുടങ്ങിയത് ഒരു ബർഗർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഇതെപ്പോഴും പിസ്സ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ബർഗറിൻ്റെ പാറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഉണ്ടാക്കാൻ നേരത്ത് പുറത്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തതിനെ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള പരിപാടികൾ തുടങ്ങി. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കനും പാർട്സും കൂടെയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയ പീസസ് ആണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ട് വരും. നമ്മുടെ അരപ്പൊക്കെ പിടിച്ച് തുടങ്ങുന്ന സമയം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ അവിയലുണ്ടാക്കാനായിട്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾസിൻ്റെ ലെവലിന് തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ നമുക്കതൊന്ന് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഉള്ളിയൊന്നും ചേർക്കാതെ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് മോരാണ് കാച്ചുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മോരൊന്ന് കട്ടയടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഉപ്പൊക്കെ പാകത്തിനാക്കിയതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഒഴിച്ചുവിടാൻ റെഡിയായി കഴിഞ്ഞു. ആ ഒരു ടൈമിൽ നമ്മുടെ അവിയലിന് വെച്ചിട്ടുണ്ടായിരുന്ന മലക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ പുറത്തോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മയൂരിലേക്കാണ് പോയത്. വീട്ടിലത്തേക്ക് ഫാൻ മാറ്റി വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷം ചോറൊക്കെ കഴിച്ചു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാനായിട്ട് എണ്ണയിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മൂപ്പിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പാറ്റിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ പുറത്തൊക്കെ എടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇവിടെ റെഡി ആയിരുന്നു. പാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് പാറ്റിയൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ചാണ് കേട്ടോ കുക്ക് ചെയ്തത്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈഡ് ഫ്രൈ ആയി വന്നു. പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ സൈഡും റെഡിയായി കിട്ടി. ആ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബർഗർ ബന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഒരു സൈഡ് മാത്രമേ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
ഈ സമയം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മയണൈസിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ കുട്ടീസൊക്കെ ബർഗറാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് കണ്ടുപിടിച്ചത്. ഒരു സർപ്രൈസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അതൊക്കെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡിലേക്ക് മയണൈസ് ചേർത്ത് വെജിറ്റബിൾസൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് പാറ്റിയും ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതേപോലെ മയണൈസ് മിക്സ് ചേർത്തതിന് ശേഷം അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ റെഡിയായി. സിമ്പിളാണ് കേട്ടോ, പിന്നെ കുറച്ച് സമയം വേണം. അങ്ങനെ പിന്നെ വൈകുന്നേരമായപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ചിക്കൻ പെരട്ട്, ഉച്ചത്തെ ബാക്കി ചിക്കൻ പെരട്ടും കൂട്ടി ആഹാരമൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്